നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ആൻസിലറി പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അർബൻ ഡിക്ലൈൻ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഗരവൽക്കരണത്തിന്റെ തകർച്ച അല്ലെങ്കിൽ നഗരങ്ങളുടെ തകർച്ച, മഹാജനപദ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നഗരങ്ങളുടെ തകർച്ചയെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അർബൻ ഡീകേ ഡ്യൂറിങ് മഹാജനപദാസ്. അപ്പൊ മഹാജനപദങ്ങളുടെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രിസ്തുവിന് മുൻപ് 600 മുതൽ 300 BC വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മഹാജനപദങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തില് ഇതിന്റെ തൊട്ട് മുൻപുള്ള സ്റ്റേജില് നഗരവൽക്കരണം അങ്ങ് സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടം 600 മുതൽ ഇങ്ങോട്ട് നഗരങ്ങളുടെ നാശം, അതായത് ഒരു ഏർബൻ ഡീകേ ആണ് കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ചില കാരണങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മഹാജനപദ കാലത്തെ നഗര വികസനത്തെ കുറിച്ച് നോക്കാം. മഹാജനപദങ്ങൾ രൂപപ്പെട്ടതോട് കൂടിയിട്ട് പാടലിപുത്രം, തക്ഷശില, അതുപോലെ തന്നെ മധുര, കൗശാംബി, അവന്തി പോലെയുള്ള നഗരങ്ങളൊക്കെ വലിയ വളർച്ച നേടി. ആ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആണ് ഈ ഒരു മഹാജനപദങ്ങൾ എന്ന ഒരു സിസ്റ്റം തന്നെ രൂപപ്പെടുന്നത്. അത് വളരെ സ്ട്രോങ് ആയിരുന്നു. ഇവിടെ വളരെ ശക്തമായിട്ടുള്ള വ്യാപാരവും വാണിജ്യവും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും അതിന്റെ ക്രയവിക്രയം ഒക്കെ നടക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഒരു നഗരങ്ങളായിട്ട്, വലിയ നഗരങ്ങളായിട്ട് രൂപപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ നദീതട പ്രദേശങ്ങളൊക്കെ വ്യാപാര പാതകളും അതുപോലെ ഭരണകേന്ദ്രങ്ങളും ഒക്കെ ഇതില് പങ്കാളികളായി അല്ലെങ്കിൽ ഭരണകേന്ദ്രങ്ങളായിട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പിന്നീട് നമുക്ക് ഒരു നിശ്ചിത ഘട്ടം മുതൽ ഈ നഗരങ്ങള് തകർന്നതായിട്ട് അല്ലെങ്കിൽ നഗരങ്ങൾക്ക് തകർച്ച നേരിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്നാമത്തേത് സാമ്പത്തിക വാണിജ്യ കാരണങ്ങൾ തന്നെയാണ്, പ്രശ്നങ്ങൾ തന്നെയാണ്. വ്യാപാര മാർഗങ്ങളിലൊക്കെ, വഴികളിലൊക്കെ വന്ന തടസ്സങ്ങൾ, അതായത് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മഹാജനപദങ്ങള് വാണിജ്യപാതകളിൽ നിന്നും അകന്ന് ഇരുന്നത് കൊണ്ട് തന്നെ അവയുടെ ശക്തി ക്ഷയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഗംഗ, യമുന നദീതടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യാപാരങ്ങൾക്ക് ക്ഷയം നേരിട്ടു. അതോടുകൂടിയിട്ട് ആ ഒരു ഭാഗം കൂടുതൽ നഗരവൽക്കരണം ഒന്ന് ശക്തിപ്പെടുത്താതെ വന്നു. പിന്നെ മറ്റൊന്നാണ് ഈ ഭൂദാനം. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതുപോലെ ഭൂദാനം നഗരവൽക്കരണത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഭൂമി കൃഷിക്കാർക്ക് വിതരണം ചെയ്യുന്നത് ഒരു കൂടുതൽ ആളുകളിലേക്ക് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി വന്നു. അപ്പൊ അത് പൂർണ്ണമായിട്ടും ഒരു ഗ്രാമീണതയും ഒരു urbanization അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി നാണയ വ്യവസ്ഥ വരുന്നത് ഈ ഒരു കാലഘട്ടം, 5 മാർക്കഡ് കോയിൻസ് ഒക്കെ വരുന്നത് ഈ ഒരു സമയത്തായിരുന്നു. അപ്പോ ഈ 5 മാർക്കഡ് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിലും അത് നഗരവൽക്കരണത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ചിലയിടങ്ങളിലൊക്കെ ഈ നാണയങ്ങള് ഒരു ഡിറ്റീരിയോറേഷൻ, നാണയങ്ങളുടെ ക്രയവിക്രയം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി വ്യാവസായിക കേന്ദ്രങ്ങൾ പിന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുണി നിർമ്മാണം, ലോഹ നിർമ്മാണം, ഇതെല്ലാം തന്നെ അവിടെ കരകൗശല വ്യവസായങ്ങളൊക്കെ തന്നെ ഒരു സെറ്റ് ബാക്ക് ആണ് ഈ ഒരു സമയത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നഗരങ്ങളുടെ ശക്തി കുറഞ്ഞു. ഭരണകൂടത്തിൽ പിന്നെ കൂടാതെ കുറെ യുദ്ധങ്ങളൊക്കെ വന്നു. ഈ യുദ്ധങ്ങളും പരസ്പര സംഘടനകളും വന്നതോട് കൂടിയിട്ട് സമ്പത്ത് മുഴുവൻ ഈ ഒരു മേഖലയിലേക്ക് ചെലവഴിക്കേണ്ടി വരികയും വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും കാര്യമായിട്ടുള്ള ഫണ്ടിങ് നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ജനതന്ത്രങ്ങളൊക്കെ ദുർബലമാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. മഹാജനപദങ്ങള്, അതായത് വൈശാലി, മല്ലയൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഭരണം ദുർബലമാവുകയും മറ്റു മഹാജനപദങ്ങൾ ഈ പ്രദേശങ്ങളെയൊക്കെ കീഴടക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മറ്റു മഹാജനപദങ്ങൾ കീഴടക്കി കഴിയുമ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ ഒരു സ്ലേവ് വിഭാഗമായിട്ട് മാറ്റപ്പെട്ടു. ഈ സ്ലേവറി ഒക്കെ വരുന്നതോട് കൂട്ടിയിട്ട് നഗരങ്ങൾ തകരുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ മഗധയാണ് മറ്റുള്ള എല്ലാ ജനപദങ്ങൾക്കും മേലെ ആധിപത്യം സ്ഥാപിച്ചു. 16 മഹാജനപദങ്ങളുള്ളിൽ ഏറ്റവും ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നത് മഗധയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മഗധ ഒരു സാമ്പത്തിക രാഷ്ട്രീയ കേന്ദ്രമായി മാറുകയും മറ്റുള്ള പ്രദേശങ്ങൾ എല്ലാം പിന്നോട്ട് പോവുകയും ചെയ്തു. ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ ഒരു റീസൺ അത് തന്നെയാണ്. മഗധ മാത്രം ശക്തമായി ബാക്കിയുള്ള പ്രദേശങ്ങൾ ഒരു urbanization അല്ലെങ്കിൽ അർബൻ ഡീകേക്ക് കാരണമായി. അതുപോലെ സാമൂഹിക സാംസ്കാരിക കാരണങ്ങൾ, ഭൂദാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതുപോലെ ഒരു ബ്രാഹ്മണ
മേധാവിത്വം, ബ്രാഹ്മണിക്കൽ ഹെജുമണി ഈ ഒരു ഘട്ടത്തിലുണ്ടായി. ബ്രാഹ്മണരാവട്ടെ പൂജാതി കർമ്മങ്ങളല്ലാത്ത മറ്റു തൊഴിലുകളൊന്നും ചെയ്യുകയുമില്ല. അപ്പൊ അതോട് കൂടിയിട്ട് ഒരു പ്രൊഡക്ടിവിറ്റി ഒക്കെ കുറയുന്ന സാഹചര്യം ഉണ്ടായി. പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള റീസൺ, ബ്രാഹ്മണർ സ്വന്തം ഭൂമിയിൽ സ്വന്തമായിട്ടല്ല അധ്വാനിക്കുന്നത്, അത് പല ഘട്ടങ്ങളായിട്ട് പല ആളുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും ഒടുവിൽ കർഷകരുടെ ഇടയിൽ എത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കർഷകർ ഭൂമിയിൽ പണിയെടുക്കുന്നതിന് ഇടയിൽ വേറെയും ഇടനിലക്കാർ വരുന്നതോട് കൂടിയിട്ട് അഴിമതിക്കൊക്കെ സാധ്യതകൾ ഉണ്ടായി. അപ്പൊ ഓരോരുത്തരും അവനവന്റെ ആവശ്യങ്ങൾക്ക് എടുക്കുന്ന ഒരു സാഹചര്യം വന്നു. പിന്നെ ഈ ഒരു ഘട്ടത്തിലാണ് ബലി തുടങ്ങിയ നികുതികളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. ഇനി വർണ്ണാശ്രമ ധർമ്മം ഒക്കെ കൂടുതൽ സ്ട്രോങ് ആവുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതായത് ബ്രാഹ്മണ മേധാവിത്വവും ബ്രാഹ്മണൈസേഷനും ഒക്കെ വരുന്നത്. അപ്പൊ നഗരങ്ങളിലൊക്കെ കരകൗശല തൊഴിലാളികൾ കുറയുകയും അവരൊക്കെ ഗ്രാമങ്ങളിലേക്ക് ചേക്കേറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധങ്ങളൊക്കെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി അലക്സാണ്ടറുടെ ആക്രമണം, അതായത് വെസ്റ്റേൺ അറ്റാക്കുകളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ വാണിജ്യ ബന്ധങ്ങളെ ഇത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. വ്യവസായ മേഖലയെയൊക്കെ അത് തകർത്തു കളഞ്ഞു എന്നുള്ളതാണ്. നഗരങ്ങള് തകർന്ന് ഗ്രാമവൽക്കരണമാണ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ശക്തമാകുന്നത്. ഇനി നഗരങ്ങള് തകർന്നു പോയോ അല്ലെങ്കിൽ നഗരവൽക്കരണത്തിന്റെ ശക്തി കുറഞ്ഞോ എന്നുള്ളത് എന്നും ഹിസ്റ്ററിയിൽ ഒരു ഡിബേറ്റിന്റെ ഹേതുവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാവുന്നത് ക്രിട്ടിക് ഓഫ് urban decay ഡ്യൂറിങ് മഹാജനപദാസ് എന്നാണ്. അതായത് മഹാജനപദ കാലത്ത് ഈ ഡി അർബനൈസേഷൻ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ള വാദങ്ങളാണ് ശക്തമായിട്ടുള്ളത്. അപ്പൊ അതേക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇനി നമ്മൾ നടത്തുന്നത്. ഒന്നാമത്തേത് ഇതിലെ പരമ്പരാഗതമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. നഗരങ്ങൾ തകർന്നുപോയി എന്നൊരു കാഴ്ചപ്പാട് ഏറെക്കാലം പ്രചാരത്തിലുള്ളതാണ്. എന്നാൽ ഗുപ്താനന്തര കാലത്ത് നഗരങ്ങൾ തകർന്നു എന്ന് വാദിക്കുന്ന ചില ചരിത്രകാരന്മാരുണ്ട്. അതുപോലെ തന്നെ തകർന്നിട്ടില്ല എന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാരും ഉണ്ട്. ഇപ്പോ റോമൻ ഇന്ത്യൻ വ്യാപാരം, അതുപോലെ ഗംഗാ താഴ്വരയുടെ തകർച്ച, ഭരണകൂടങ്ങളുടെ മാറ്റം, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയുടെ ശക്തിപ്പെടൽ, ഇതൊക്കെ നഗരങ്ങളുടെ ഡിറ്റീരിയറേഷന് കാരണമായിട്ടുണ്ട് എന്നാണ് പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായം. എന്നാൽ ഇത് മുഴുവനായിട്ടും ഇത് ശരിയല്ല എന്ന് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി നഗരങ്ങള് ഈ കരകൗശല വിദഗ്ധരൊക്കെ ഗ്രാമങ്ങളിലേക്ക് ചേക്കേറിയതോട് കൂടിയിട്ട് നഗരങ്ങള് അത്ര ശക്തമല്ലാതെയായി മാറി എന്നാണ് അഭിപ്രായം. അപ്പോൾ നമുക്ക് അറിയാം, റോമിള താപ്പറും അതുപോലെ BD ചതോപാധ്യായ ഇവരൊക്കെ വാദിക്കുന്നത് നഗരങ്ങൾ മുഴുവനും ഇല്ലാതായിട്ടില്ല, മറിച്ച് അവയുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ മാറിയിട്ടുണ്ട് എന്നാണ് ഇവരുടെയൊക്കെ, റോമിള താപ്പറുടെയും അതുപോലെ തന്നെ ചതോപാധ്യായുടെയൊക്കെ അഭിപ്രായം. നഗര വ്യാപാരങ്ങള് മുൻപത്തേക്കാൾ കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല എന്ന് തന്നെയാണ് ഇവരൊക്കെ വാദിക്കുന്നത്. ഉദാഹരണത്തിന് അവർ പറയുന്നത് പാടലിപുത്ര, തക്ഷശില, അതുപോലെ ഉജ്ജയിനി ഇവയൊക്കെ വളരെ പ്രാധാന്യമുള്ള നഗരങ്ങളായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇന്നും ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള നഗരങ്ങളൊക്കെ ഈ നഗരങ്ങൾ പിൽക്കാലത്ത് വളർന്നു വന്നിട്ടുള്ളതാണെന്നാണ് ഇവരുടെ അഭിപ്രായം. ഇനി വ്യാപാരങ്ങൾ നശിച്ചു പോവുകയല്ല, അത് പുനർവിന്യസിക്കപ്പെടുകയാണ്, അത് കേന്ദ്രങ്ങളൊക്കെ ഒന്ന് മാറി വരികയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഇവര് പറയുന്നു. അതുപോലെ ഭൂപ്രഭുത്വവും ഗ്രാമവൽക്കരണവും ഒന്നും സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയല്ല, അതിന്റെ സ്വഭാവം മാറ്റുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഗ്രാമീണമായി നിലനിന്ന ഒരു സമ്പദ് വ്യവസ്ഥ, നാഗരികമായിട്ട് നിലനിന്നിരുന്ന സമ്പദ് വ്യവസ്ഥ, നഗരത്തിന്റെ പ്രാധാന്യം ഒരു അല്പം ഒന്ന് കുറഞ്ഞ് അത് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചു. എന്നാൽ ആ ഗ്രാമങ്ങള് പിന്നീട് വീണ്ടും വലിയ നഗരങ്ങളായിട്ട് തന്നെ വളർന്നു വന്നു എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. ഇനി കുടുംബ വ്യാപാരങ്ങളും കൈവേലക്കാരും അതുപോലെ ദാരുശില്പങ്ങൾ നിർമ്മിക്കുന്നവരും ഒക്കെ അവരുടെ സ്ഥലങ്ങളിൽ അവരുടെ വർക്ക് തുടർന്ന് തന്നെ പോന്നിട്ടുണ്ടെന്നാണ് ഇവര് പറയുന്നത്. ഇനി ഇതൊരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു മാറ്റമൊന്നും അല്ല, ഇത് വളരെ ഗ്രാജുവൽ ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു നഗരങ്ങൾക്കൊരു ഡീകെ, ഒരു ഏർബൻ ഡീകെ വന്നു എന്നുള്ളതിനോട് യോജിക്കാൻ പല ചരിത്രകാരന്മാർക്കും സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില പ്രദേശങ്ങളിൽ ഈ ഏർബൻ ഡീകെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിന്റെ റീസൺസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നോർത്ത് പൂർണ്ണമായിട്ടും എല്ലാ നഗരങ്ങളും തകർന്നു എന്നോ വളരെയധികം പിന്നോട്ട് പോയി എന്നോ അതിന് അർത്ഥമില്ല. ചില കേന്ദ്രങ്ങളിൽ ചില പ്രാധാന്യം മാത്രം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.